കേരളത്തിൽ UDF അധികാരത്തിൽ വന്നതോടെ വലിയ പ്രതീക്ഷയിലാണ് ആശാസമര നേതാക്കൾ. സമരവേദിയിലെത്തി പിന്തുണ അറിയിക്കുന്നതിനൊപ്പം അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. ആദ്യ ക്യാബിനറ്റിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് അന്ന് സതീശൻ ഉറപ്പു നൽകിയത്. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും. ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ട്. ഒരു സംശയവും വേണ്ട. ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ, ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആവേശപൂർവ്വം സമരം ചെയ്യുന്ന എന്റെ സഹോദരിമാർക്കുള്ള വാക്കാണ്. ആ വാക്ക് ഞങ്ങൾ പാലിക്കും. സമരത്തിന് പിന്തുണ. മുഖ്യമന്ത്രി പിണറായി വിജയനോട് വെല്ലുവിളി. പിന്നാലെ ഉറപ്പോടെ പ്രഖ്യാപനം. കേരളത്തിൽ UDF അധികാരത്തിലെത്തിയതോടെ പരിധികളില്ലാത്ത പ്രതീക്ഷയിലാണ് ആശാസമരത്തിനിറങ്ങിയവർ. ഞങ്ങളന്ന് സമരപ്പന്തലിൽ വെച്ച് തന്നെ UDFന്റെ നേതാക്കൾ, അവരുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും വരികയും തങ്ങൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പറഞ്ഞ വാക്ക് പാലിക്കേണ്ടത് ഉത്തരവാദിത്തമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടവർ. തിരുത്തുവാനുള്ളൊരു നടപടി തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് എടുക്കും. തൊഴിലാളികളോട്, സ്ത്രീകളോട് അനുഭാവപൂർവ്വം പെരുമാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വാക്ക് പാലിക്കണമല്ലോ. കാരണം അത് ഞങ്ങളുടെ മുന്നിൽ മാത്രമല്ല, ഈ കേരളത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിച്ചതാണ്. അതവർ പാലിക്കും. ആശാസമരത്തിന് പിന്തുണ അറിയിച്ച അന്നത്തെ പ്രതിപക്ഷം അധികാരത്തിലെത്തുമ്പോൾ വാക്ക് പാലിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമെടുത്ത് വാഗ്ദാനം യാഥാർത്ഥ്യമാക്കിയാൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന സർക്കാരാണ് അധികാരത്തിലേറിയതെന്ന് കോൺഗ്രസിന് ആത്മവിശ്വാസത്തോടെ പറയാം. കാര്യങ്ങൾ മറിച്ചാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും സമരപ്പന്തൽ ഉയരുമോ എന്നതും ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.